തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലെ ആലങ്കുടി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ഗുരുസ്ഥലം എന്നറിയപ്പെടുന്ന ആപത് സഹായേശ്വർ ക്ഷേത്രം. ശിവനെ ആപത് സഹായേശ്വരനായും ദേവി പാർവതി എളവർകുഴലി അമ്മൻ എന്ന പേരിലുമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ 9 നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം സംസ്ഥാനത്തെ പ്രശസ്തമായ നവഗ്രഹ തീർത്ഥാടനത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഗുരുവിന്റെ പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രം മുൻപ് തിരുഇരുമ്പൂളൈ, കാശിയാരണ്യം എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. പാർവതീദേവി, ബ്രഹ്മാവ്, ദക്ഷൻ, അഗസ്ത്യ മഹർഷി, വിശ്വാമിത്രർ, സപ്തർഷികൾ എന്നിവർ ശിവഭഗവാനെ പൂജിച്ചതും ആദിശങ്കരർക്ക് ജ്ഞാനം കിട്ടിയതുമായ സ്ഥലമാണിവിടം. പാലാഴി മദനത്തിൽ ലോക നന്മയ്ക്കായി കാളകൂടം വിഷം കുടിച്ച് ജീവജാലങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചതിനാൽ ഭഗവാൻ ശിവൻ ആപത് സഹായേശ്വരറായി. ഈ നിസ്വാർത്ഥ പ്രവൃത്തിയാണ് ആ സ്ഥലത്തിന് ആലങ്കുടി എന്ന പേര് നേടിക്കൊടുത്തത്. കാവേരി നദിയുടെ തെക്കുകരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 98ാമത്തേതാണ് ഈ ക്ഷേത്രം. ശൈവപുരാണ പ്രകാരം സപ്തവിഗ്രഹമൂർത്തികളിൽ ഗുരുവിന്റെ ക്ഷേത്രം കൂടിയാണ് ആലങ്കുടി. ശിവഭഗവാന്റെ പഞ്ചാരണ്യ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. തഞ്ചാവൂർ, കുംഭകോണം, തിരുവാരൂർ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളെ 5 വനങ്ങളായി തിരിച്ചിരിക്കുന്നു. മുല്ലൈ വനം, പാതിരി വനം, വണ്ണിവനം, പൂളൈ വനം, വില്ലുവനം എന്നിവയാണവ. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു നാൾ പാർവതീദേവി കൈലാസത്തിൽ തോഴിമാരുമൊത്ത് പന്ത് കളിച്ചുകൊണ്ടിരിക്കെ ഉയർന്നുപോയ പന്തിനായി കൈനീട്ടി നിന്നപ്പോൾ അവിചാരിതമായി അതുവഴി കടന്നുപോയ സൂര്യദേവൻ തന്നെ ദേവി നിൽക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിന്നു. സൂര്യൻ നിശ്ചലനായതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായ ദേവലോകവാസികളെല്ലാം ശിവഭഗവാനോട് പരാതിപ്പെട്ടു. പ്രശ്നത്തിന് കാരണക്കാരിയായ ഉമയെ കുറച്ചുകാലം ഭൂമിയിലേക്ക് അയച്ചു. ദേവി ഈ ആരണ്യത്തിലാണ് ഭഗവാനെ തപസ് ചെയ്ത് പിന്നീട് ഭഗവാനോട് ചേർന്നത് എന്നൊരു ഐതിഹ്യവുമുണ്ട്. സുന്ദരർ ഒരു നാൾ ഇവിടെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ശിവഭഗവാൻ തന്നെ തോണിക്കാരനായി എത്തിയെന്നും വിനായകർ അദ്ദേഹത്തെ മനസ്സു കലങ്ങാതെ സംരക്ഷിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്തു എന്ന കഥയെ സാധൂകരിക്കുന്ന വിനായക പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. വേറെ ഒരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചാണ്. പണ്ടിവിടം ഭരിച്ചിരുന്ന മസുകുന്ദ ചക്രവർത്തിയുടെ മന്ത്രിയും തീവ്ര ശിവഭക്തനുമായിരുന്നു അമുദോകർ. രാജാവ് മന്ത്രിയെ വിളിച്ച് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള തുക ഏൽപ്പിച്ചു. പക്ഷേ മന്ത്രി തുക സ്വീകരിക്കാതെ സ്വന്തം ചിലവിൽ ക്ഷേത്രം നിർമ്മിച്ചു. രാജാവ് ആ പുണ്യത്തിന്റെ പകുതി തനിക്ക് വേണമെന്ന് അവകാശപ്പെട്ടപ്പോൾ മന്ത്രി കൊടുക്കാൻ തയ്യാറായില്ല. രാജാവ് മന്ത്രിയുടെ തലവെട്ടവേ ക്ഷേത്രത്തിൽ നിന്നും അമുദോക്കർ എന്ന അശരീരി കേൾക്കുകയും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മന്ത്രിയെ നേരെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഭയന്ന രാജാവ് തന്റെ തെറ്റിൽ പശ്ചാത്തപിച്ച് പിന്നീടുള്ള കാലം ശിവപൂജയിൽ മുഴുകി തന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സുന്ദരശില വേറെ ഒരു രാജാവ് ഇവിടെ നിന്നും തിരുവാരൂരിലേക്ക് കൊണ്ടുപോയി. അതിനെ തുടർന്ന് ഒരു പൂജാരി രാജപരിചാരകന്മാരുടെ കണ്ണുവെട്ടിച്ച് ശില തുണിയിൽ പൊതിഞ്ഞ് ഒളിച്ചു കൊണ്ടുവന്നു. വഴിയിൽ രാജഭടന്മാർ ചോദിച്ചപ്പോൾ കുഞ്ഞിന് വസൂരി വന്നിരിക്കുകയാണ്, അതിനാലാണ് തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലെത്തി ശിലയിൽ പൊതിഞ്ഞിരിക്കുന്ന തുണി മാറ്റി നോക്കിയപ്പോൾ ശിലയിൽ വസൂരി വന്നിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടുപോയി. ക്ഷേത്രത്തിലുള്ള ഈ ശിലയ്ക്ക് വസൂരിയുടെ പാടുകൾ ഇന്നും ഭക്തർക്ക് ദർശിക്കാവുന്നതാണ്. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 2 ഏക്കറിൽ കണക്കാക്കപ്പെടുന്നതുമായ ഈ ക്ഷേത്രം 5 നില ഗോപുരത്തോടും 2 പ്രകാരത്തോടും കൂടിയതാണ്. ക്ഷേത്രത്തിന്റെ ശരിയായ കാലപ്പഴക്കം ആർക്കും നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചോള രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം 16-ാം നൂറ്റാണ്ടിൽ നായക് രാജവംശം പുനർനിർമ്മാണം ചെയ്തിട്ടുള്ളതാണ്. കൊടിമരവും നന്ദിയും കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാതാപിതാ ഗുരു എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠയുടെ സ്ഥാനം. ആദ്യം അമ്മൻ സന്നിധി, തുടർന്ന് മൂലവർ സന്നിധി, പിന്നീടാണ് ഗുരുസന്നിധി. ഇവിടെ ദേവിക്ക് പട്ടുവസ്ത്രം ചാർത്തുന്നതിലൂടെ വിവാഹ തടസ്സം മാറുമെന്നാണ് വിശ്വാസം. കാശി വിശാലാക്ഷി, വിശ്വനാഥർ, വള്ളി ദേവയാനി സമേത മുരുകൻ, മഹാലക്ഷ്മി, നവഗ്രഹങ്ങൾ, ഭൈരവർ, സപ്തമാതാക്കൾ, സപ്തലിംഗങ്ങൾ, ഗണപതി, ദക്ഷപ്രജാപതി തുടങ്ങിയ പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. ഈ ക്ഷേത്രം വ്യാഴം അല്ലെങ്കിൽ ബൃഹസ്പതിയുടെ സ്ഥലം ആണെങ്കിലും ഇവിടെ വ്യാഴം ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിലാണ് അരുൾ ചൊരിയുന്നത്. വ്യാഴം ഒരാളുടെ ജാതകത്തിൽ 16 വർഷക്കാലമാണ്. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് ചലിക്കാൻ എടുക്കുന്ന സമയം 1 വർഷവും. നവഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം ബലവാനായി നിന്നാൽ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാം. ജാതകത്തിൽ ദൈവാനുഗ്രഹം പോലും വ്യാഴത്തെ കൊണ്ടാണ് ജ്യോതിഷികൾ ചിന്തിക്കുന്നത്.
നവഗ്രഹ ക്ഷേത്രങ്ങളിൽ സൂര്യനാർ കോവിൽ, കഞ്ചയൂർ ശുക്രൻ, രാഹു സ്ഥലമായ തിരുനാഗേശ്വരം എല്ലാം ഇവിടെ അടുത്താണ്. ഗുരുപ്രീതിക്കായി വിനായകർക്കൊരു ദീപവും ഗുരുഭഗവാൻ 24 ദീപങ്ങളുമാണ് തെളിയിക്കുന്നത്. വ്യാഴാഴ്ചകളിൽ മഞ്ഞവസ്ത്രം ചാർത്തുന്നതും മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും കടല കൊണ്ട് നൈവേദ്യങ്ങൾ തയ്യാറാക്കി ഗുരുഭഗവാന് സമർപ്പിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുന്നതും വ്യാഴപ്രീതിക്ക് ഗുണകരമാണ്. ഓരോ വർഷവും ഫെബ്രുവരി മാർച്ച് മാസത്തിലെ 3-ാമത്തെ വ്യാഴാഴ്ച മഹാഗുരുവാരമായി കൊണ്ടാടുന്നു. മാസിമാസത്തിലെ വ്യാഴാഴ്ചകളിൽ മാത്രമാണ് ഗുരുവിന് അഭിഷേകം. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന വിഗ്രഹം ദക്ഷിണാമൂർത്തിയാണ്. ക്ഷേത്ര തീർത്ഥം ബ്രഹ്മതീർത്ഥം, അമൃത പുഷ്കരണി എന്നിവയാണ്. ആഗമവിധിപ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. പ്രദോഷം, അമാവാസി എന്നിവയ്ക്ക് പുറമെ മാസിമകം, ചിത്രപൗർണമി, രഥോത്സവം, ശംഖാഭിഷേകം എന്നിവയൊക്കെയാണ് പ്രധാന ഉത്സവങ്ങൾ. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെയുമാണ് പൂജാസമയം. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്തു നിന്നും 16 കിലോമീറ്റർ അകലമാണുള്ളത്. ആപത് സഹായേശ്വരന്റെയും ഗുരുഭഗവാന്റെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്.